പ്രേമം തലക്ക് പിടിച്ച് അവസാനം കാമുകിയും കാമുകനും ഒളിച്ചോടി. സംഗതി പ്രശ്നമായപ്പോൾ അവർ രജിസ്റ്റർ വിവാഹം കഴിച്ച് പത്രമാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തുകയാണ്. അവസാനം ഇവർ ചോദിക്കുമ്പം പറയുന്നുണ്ട്, രണ്ട് വീട്ടുകാരും എതിർത്തത് കൊണ്ട് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകണം, ഞങ്ങളാണ് ഇനി ഒരുമിച്ച് ജീവിക്കേണ്ടത്, അവർക്കൊക്കെ പ്രായമായി, അപ്പം ഞങ്ങളുടെ ജീവിതം തീരുമാനിക്കാനുള്ള പ്രായവും പക്വതയും ഞങ്ങൾക്കായി, അതിൽ അവരുടെ അഭിപ്രായം ആവശ്യമില്ല എന്നുള്ള ആ ഒരു സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം. ഇങ്ങനെയൊക്കെ ആളുകൾ, കുട്ടികൾ പറയാനുള്ള കാരണം അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ് ശരിക്ക്. കാരണം ഒരു കാമുകി, ഒരു കാമുകൻ, അവർ രണ്ടുപേരും ആദ്യം ആലോചിക്കേണ്ടത് സ്വന്തം ഉമ്മയെ അല്ലെങ്കിൽ അച്ഛനെ ഇവരൊക്കെ ഉപേക്ഷിച്ച് തൻ്റെ കൂടെ വരുന്നത് ആരാണോ, അത് കാമുകിയാകാം കാമുകനാകാം, അവർ ജനിച്ചു വീണ അന്ന് മുതൽ, അവരൊന്നുമല്ലാതിരുന്ന കാലം മുതൽ അവരെന്തോ ആകുമെന്ന് പ്രതീക്ഷയിൽ മാത്രം അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത അവരെ വീട്ടുകാർ, അവരുടെ നെറ്റിയിൽ ഒരു ചൂട് വരുമ്പോഴേക്കും അവരെടുത്ത് ഹോസ്പിറ്റലിലേക്ക് ഓടുന്നവർ, അവരൊന്ന് സങ്കടപ്പെട്ടിരിക്കുമ്പോഴേക്കും അതിൻ്റെ കാരണം കണ്ടെത്തി ആ സങ്കടം തീർക്കാൻ ഓടി നടന്നവർ, തൻ്റെ കുട്ടികൾക്ക് ഏറ്റവും നല്ലത് മാത്രം നൽകാൻ മാത്രമേ ആ മാതാവും ആ പിതാവും ആഗ്രഹിക്കൂ. ഇതൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഈ ഒരു ഒളിച്ചോട്ടവും ഈ ഒരു മാതാപിതാക്കളെ തള്ളിപ്പറയലും. ചില ആളുകളുടെ കാര്യത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാവാം, പക്ഷെ ഞാൻ ഒരു 100 ആളുകളെടുത്താൽ അത് 99 ആളുകളും ഇതേപോലെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ചെയ്യുന്നത്. നമ്മുടെ മക്കൾക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് അവർക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ് നമ്മുടെ മാതാവ്, നമ്മുടെ പിതാവ്. അവരെ തള്ളിപ്പറഞ്ഞ് ഇങ്ങനെ ആക്കുന്ന സമയത്ത്, അവരെ ഒന്നുമല്ലാതെ ആക്കുന്ന സമയത്ത്, അവരുടെ സ്നേഹത്തിന് പുല്ല് വില കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളെ ജീവിതവും മുമ്പോട്ട് കറങ്ങുകയാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്, സ്നേഹം എത്രത്തോളം മുമ്പോട്ട് പോകും എന്നുള്ളത്. നിന്റെ കൂടെ വരുന്നത് കാമുകിയാവട്ടെ കാമുകനാവട്ടെ, ഇത്രത്തോളം പൊന്നുപോലെ നോക്കിയ ആ ഒരു മാതാവിനെയും പിതാവിനെയും വീട്ടുകാരെയും ഉപേക്ഷിച്ച് കുറച്ച് കാലങ്ങളായിട്ട്, ഏറി വന്നാൽ 4-5 വർഷങ്ങളായിട്ടുള്ള ആ ഒരു പ്രണയത്തിൻ്റെ പേരിൽ നിന്റെ കൂടെ അവർ ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നീ ഒന്ന് നന്നായിട്ട് ആലോചിക്കേണ്ട സമയമാണ്. കാരണം അവർക്ക് എപ്പോഴും നിന്റെ കൂടെയുള്ള ആളെ തള്ളിപ്പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ എത്രത്തോളം പെർഫെക്റ്റ് ആണെങ്കിലും ശരി, നിങ്ങളെ ഭാഗത്ത് നിന്ന് അവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കറിവേപ്പില പോലെ വലിച്ചെറിയുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. അത് എത്ര വലിയ ആഴത്തിലുള്ള ബന്ധമാണെങ്കിലും ശരി. ഞാൻ പറയട്ടെ, ഈ ലോകം മുഴുവൻ നിനക്കെതിരെ നിന്നാലും, ഈ ലോകത്ത് ഒരാൾ പോലും നിന്റെ കൂടെ ഇല്ലാതിരുന്നാലും, നിനക്ക് ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നിന്റെ മാതാവും നിന്റെ പിതാവും നിന്നെ സ്നേഹിക്കാനും നിന്നെ ചേർത്ത് പിടിക്കുവാനുമുണ്ട്. അത് ചരിത്രം അങ്ങനെയാണ് മക്കളെ. അപ്പോൾ ഇതൊന്നും അറിയാതെ ഇന്നലെ കണ്ടവൻ എല്ലാമാണെന്ന് പ്രതീക്ഷിച്ച് മുമ്പോട്ട് പോകുന്ന ആളുകൾ, എൻ്റെ ജീവിതമല്ലേ, എൻ്റെ കാര്യം ഞാനല്ലേ ആലോചിക്കേണ്ടത് എന്ന് പറയുന്ന ആളുകൾ, നിങ്ങളൊന്ന് ഒരു 5 മിനിറ്റ് ഇരുന്നിട്ട് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഇന്നലകളെ, നിങ്ങൾ ജനിച്ചു വന്ന ആ ഒരു നിമിഷം മുതൽ നിന്റെ അമ്മക്കും നിന്റെ അച്ഛനും ഉണ്ടായിരുന്നു വലിയ ആഗ്രഹങ്ങൾ, അവർക്കും ഉണ്ടായിരുന്നു നിന്നേക്കാൾ വലിയ ആഗ്രഹങ്ങൾ. എന്നാൽ അതെല്ലാം നിനക്ക് വേണ്ടി എല്ലാം മാറ്റിവെച്ച് നിന്നെ നോക്കാനും നിന്നെ സ്നേഹിക്കുവാനും അവർ ജീവിച്ചപ്പോൾ അവർക്ക് നീ അവസാനം കൊടുത്തത് എന്താ? അവരെല്ലാം തള്ളിപ്പറഞ്ഞ്, അവരൊന്നും വേണ്ട എന്ന് പറഞ്ഞ്, ഇന്നലെ കണ്ട ഇതാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞ് നീ മുമ്പോട്ട് പോകുമ്പോൾ നീ മാതാപിതാക്കൾ എന്തിനാണ് തള്ളിപ്പറയുന്നത്? ഈ ഒരു പ്രണയം അവർ സപ്പോർട്ട് ചെയ്യായിട്ടോ? തൻ്റെ മക്കൾക്ക് ഏറ്റവും നല്ലത് മാത്രം കൊടുക്കാനാണ് ഏതൊരു മാതാവും ഏതൊരു
പിതാവും ശ്രമിക്കുക. അവർക്ക് നല്ല വിദ്യാഭ്യാസം, നല്ല വസ്ത്രം, നല്ല പാർപ്പിടം, നല്ല ഭക്ഷണം, ഇത് ഏറ്റവും നല്ലത് കൊടുക്കാൻ, അതേപോലെ തന്നെ നല്ല വിവാഹം, ഇതെല്ലാം ഏറ്റവും ബെറ്ററായിട്ട് എൻ്റെ കുട്ടികൾക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ച് അത് നൽകുന്ന ആളുകളാണ്. നിന്റെ പ്രണയം നീ വീട്ടിൽ അവതരിപ്പിച്ച സമയത്ത് അവരത് എതിർക്കുന്നതിന് എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ നിന്റെ മനസ്സിലൂടെ നോക്കിയാൽ, നിന്റെ കണ്ണിലൂടെ നോക്കിയാൽ അത് നിനക്ക് കണ്ടെത്താൻ പറ്റില്ല. നിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ നിന്റെ ബാക്ക്ഗ്രൗണ്ട്, നിന്റെ കാമുകന്റെ ബാക്ക്ഗ്രൗണ്ട് അതല്ലെങ്കിൽ കാമുകയുടെ ബാക്ക്ഗ്രൗണ്ട് അത് അവർ അന്വേഷിക്കുമ്പോൾ അത് അത്രത്തോളം പോസിബിൾ അല്ല എന്ന് മനസ്സിലാക്കി നിന്നെ എതിർക്കുന്നുണ്ടെങ്കിൽ നീ അത് മനസ്സിലാക്കേണ്ടത് നിന്നോട് സ്നേഹം ഇല്ലായ്മ കൊണ്ടല്ല, നിന്നോട് സ്നേഹം കൂടുതലുള്ളത് കൊണ്ടാണ്. ഇത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഇവരെ തള്ളിപ്പറയുന്നതും മുമ്പോട്ട് പോകുന്നതും. നമ്മൾ അവസാനമായി ആലോചിക്കേണ്ടത്, എൻ്റെ കൂടെ ഒരു കാമുകി ഇറങ്ങി വരുന്നുണ്ടെങ്കിൽ, അവരുടെ മാതാവിനെ അവരുടെ പിതാവിനെല്ലാം തള്ളിപ്പറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ, ഏത് നിമിഷവും എന്നെ തള്ളിപ്പറയാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് എൻ്റെ കൂടെ വരുന്നത് എന്ന ഉത്തമ ബോധ്യത്തോടാവണം നമ്മൾ ഒളിച്ചോടാൻ നിൽക്കുന്നത്. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് ക്ഷമിക്കാൻ പറ്റാത്തവരാണ്. അവസാനം ഇവരെല്ലാം മുമ്പോട്ട് പോയി കഴിയുമ്പോൾ, ഒരുപാട് കാലം കഴിയുമ്പോൾ ഇതൊക്കെ നമുക്ക് ചരിത്രം കാലവും സാക്ഷിയായിട്ട് ഇതെല്ലാം തെറ്റായിരുന്നു എന്ന് അവർക്ക് തന്നെ തോന്നും. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സ്നേഹം ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് നമ്മുടെ മാതാവിനെയാണ്, നമ്മുടെ പിതാവിനെയാണ്. എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ച് അവർ നമുക്ക് വേണ്ടി, നമ്മുടെ നല്ല കാലത്തിന് വേണ്ടി അവർ ജീവിച്ചു. ചെറുപ്പകാലത്ത് നമ്മെ അത്രത്തോളം അവർ നോക്കി. അപ്പോൾ നമുക്ക് ചില ഇഷ്ടങ്ങൾ ചിലപ്പോൾ നമ്മൾ മാറ്റിവെക്കേണ്ടി വരും. പക്ഷേ അവസാനം മാതാവിൻ്റെയും പിതാവിൻ്റെയും ഇഷ്ടമായിരിക്കണം നമ്മുടെ ഇഷ്ടം, അല്ലെങ്കിൽ ജീവിതം പരാജയപ്പെടും, യാതൊരു സംശയവും വേണ്ട. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ കൂടുതൽ ആയങ്ങളിലേക്ക് ഇറക്കി ചെന്നിട്ടുള്ള പാർട്ട് 2 വീഡിയോ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും. അതിന് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ.